നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്മസിന് മംഗളങ്ങൾ വളരെ സ്നേഹത്തോടെ ഞാൻ ആശംസിക്കുന്നു. ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം, അത്യുന്നതങ്ങൾ ദൈവത്തിന് സ്തുതി എന്ന് മാലാഖമാർ പാടി. അത്യുന്നതങ്ങൾ ദൈവത്തിന് മഹത്വമുണ്ടാകുന്ന എപ്പോഴാണ്? ദൈവത്തിൻ്റെ മക്കൾ നല്ല മക്കളായി ജീവിക്കുമ്പോഴാണ് ദൈവത്തിന് മഹത്വം ഉണ്ടാകുന്നത്. പഴയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്, എപ്പോഴൊക്കെ ദൈവത്തിൻ്റെ മക്കൾ അശുദ്ധമായി അധർമ്മം പ്രവർത്തിച്ച് കൽപ്പനകളില്ലെങ്കിൽ ജീവിച്ചോ അപ്പോഴൊക്കെ ദൈവത്തിൻ്റെ നാമം അശുദ്ധമായി എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞതുപോലെ തന്നെ ദൈവത്തിന് മഹത്വം ഉണ്ടാകണമെങ്കിൽ ദൈവത്തിൻ്റെ ജനമായ നമ്മൾ സ്നേഹത്തോടെ, വിശുദ്ധിയോടെ, ഭക്തിയോടെ ദൈവസ്നേഹത്തിൽ ജീവിക്കണം. ഈശോ ജനിച്ചപ്പോൾ മാലാഖമാർ പാടി, അത്യുന്നതങ്ങൾ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനമെന്ന് പാടി. എന്നാൽ ചിലർക്ക് സമാധാനം ഉണ്ടായില്ല, ചിലർക്ക് അസ്വസ്ഥ ഉണ്ടായി എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹെരോദസിനും കൂട്ടർക്കും എല്ലാം അസ്വസ്ഥതയുണ്ടായി. എന്താ കാരണം? ദൈവത്തെ അംഗീകരിക്കാൻ അവർ തയ്യാറായില്ലായിരുന്നു, ദൈവത്തെ സ്വീകരിക്കാൻ അവർ തയ്യാറായില്ലായിരുന്നു. അതുകൊണ്ട് അവർക്ക് അസ്വസ്ഥയായി. നമ്മൾ ദൈവത്തെ സ്വീകരിക്കാൻ തയ്യാറില്ലാതെ അഹങ്കാരികളായി ദൈവനിഷേധികളായി ജീവിക്കുകയാണെങ്കിൽ നമുക്ക് സമാധാനം ഉണ്ടാവുകയില്ല. അപ്പോൾ ലോകത്തിൽ സമാധാനം കിട്ടണമെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ പാലിച്ച് ജീവിച്ചേ മതിയാവുള്ളൂ. വളരെ സ്ട്രെയിറ്റ് ലൈനിലൂടെ പോകുന്നവർക്ക് ദൈവത്തിൻ്റെ നിയമം പാലിക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ദൈവത്തിൻ്റെ നിയമം പാലിച്ചവരൊക്കെ ദൈവത്തെ പോലെ ആയിത്തീരും എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. 1 യോഹന്നാൻ 3:3 വായിക്കുന്നത്, നമ്മൾ എന്തായിത്തീരുമെന്ന് അറിഞ്ഞുകൂടാ, പക്ഷെ ഒരു കാര്യം അറിയാം, ദൈവം പ്രത്യക്ഷപ്പെടുമ്പോൾ നമ്മൾ ദൈവത്തെ പോലെ ആയിത്തീരുമെന്നുള്ളത്. ആ ദൈവത്തെ പോലെ ആയിത്തീരാൻ വേണ്ടിയിട്ടാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. ആദിമാതാപിതാക്കളുടെ പാപത്തിന് മുമ്പായി അങ്ങനെയായിരുന്നു, പക്ഷേ പാപത്തോടുകൂടി എല്ലാം നഷ്ടപ്പെട്ടു പോയി. അത് വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈശോ വന്നത്. നമ്മൾ ദൈവത്തെ പോലെ ആയി മാലാഖമാർക്ക് സദൃശരായി അവരെക്കാൾ ഉയർന്ന സ്ഥാനത്ത് ജീവിക്കാൻ വേണ്ടിയിട്ട് ദൈവം ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്ക് അങ്ങനെ സാധിക്കട്ടെ എന്നും, ക്രിസ്മസ് കാലത്ത് ഈ ഉണ്ണീശോ വരുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ണീശോ ഇടം പിടിച്ച് താമസിക്കാൻ ഇടയാകട്ടെ എന്നും, നിങ്ങളിലൂടെ ധാരാളം ആളുകൾക്ക് ദൈവത്തിൻ്റെ സമാധാനവും സന്തോഷവും എത്തിക്കാൻ സാധിക്കട്ടെ ഞാൻ ആശംസിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.